ഈ 2009 അഡ്വാനി ഈ സംശയം ഉന്നയിച്ചതിന് ശേഷമാണ് ഈ വിവി പാറ്റ് സംവിധാനം വന്നത്. വിവി പാറ്റ് മുഴുവനായി വിവി പാറ്റ് എണ്ണുകയോ അല്ലെങ്കിൽ വിവി പാറ്റ് ലഭിക്കുകയോ ചെയ്യുകയല്ല. വിവി പാറ്റ് എണ്ണുന്നത് തന്നെ വളരെ ചെറിയ തോതിൽ ഒരു സാമ്പിൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ എണ്ണുന്നത്. അതായത് BJP സംശയം ഉയർത്തിയപ്പോൾ ആ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടി, ആ സംശയ ദൂരീകരണത്തിന് സ്വീകരിച്ച നടപടിയാണ് വിവി പാറ്റിലേക്ക് നയിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വിവി പാറ്റ് പൂർണ്ണമായും എണ്ണണമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് 2009 ഉണ്ടായിരുന്ന സംശയം നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലേ EVM-നെ കുറിച്ച്? അല്ല, VVPAT എണ്ണുന്ന സംവിധാനം മാത്രമല്ല, VVPAT നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് സംവിധാനത്തിൽ അതിൻ്റെ ടാലി ആവാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണവും അതുപോലെ തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടിൻ്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാര്യമായി ഉണ്ടാകുന്ന സമയത്താണ് VVPAT സാധാരണ നിലക്ക് എണ്ണുകയോ അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമോ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. അതിൽ സംശയത്തിന്റെ പ്രശ്നമൊന്നും നിലവിലില്ലല്ലോ. സംശയത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. 2019 ആകെ പോൾ ചെയ്ത വോട്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിട്ട ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എണ്ണവും പിന്നീട് വോട്ടെണ്ണിയപ്പോൾ കൗണ്ട് ചെയ്ത വോട്ടിന്റെ എണ്ണവും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. അല്ല, അതിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനെ സംബന്ധിച്ച വിശദീകരണങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം സൂചിപ്പിച്ചാൽ, ഇപ്പോൾ ഒരാൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ കയറി അയാളുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആ ID കാർഡ് കാണിച്ചുകൊണ്ടുള്ള പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നടപടികളുടെ ഭാഗമായി അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്താൽ അതൊരു പക്ഷേ ചെയ്ത വോട്ടുകളുടെ കൂട്ടത്തിൽ വരാം. വോട്ടെണ്ണുന്നതിൽ അത് പ്രതിഫലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല, നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് വന്നാൽ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ പ്രതിയേർത്തുകൊണ്ടാണല്ലോ സാധാരണ നിലക്ക് അതിൻ്റെ നമ്മുടെ സാധാരണ നിലക്കുള്ളൊരു പ്രോസസ്സ് എന്നുള്ള നിലക്ക് അത് ചലഞ്ച് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കോടതികളിൽ ചോദ്യം ചെയ്യാനും അതിൻ്റെ വോട്ടെണ്ണൽ വീണ്ടും നടത്താനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ EVM-കളും വീണ്ടും പരിശോധിക്കാനും ഉള്ള നടപടികളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുകളിലുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും അതിനകത്തില്ല. വീണ്ടും വോട്ടെണ്ണുക മാത്രമല്ല, പരിശോധിക്കാനും ക്രോസ് ചെക്ക് ചെയ്യാനും VVPAT എണ്ണാനും VVPAT ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ കൂടുതലായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് വന്നാൽ അതും ദൂരീകരിക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബാധ്യത മാത്രമല്ല, ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പെരുമാറുന്നു, ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതൊക്കെയും സംശയത്തിന് നിലയിൽ നിൽക്കുകയാണ്.